ഇന്നത്തെ നമ്മൾ വിശാരദ ഉത്തരാർത്ഥത്തിലെ നവീൻ പദ്യ ചൈനികയിലുള്ള കവിതയിൽ സമദർശി ഭഗവാൻ എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സമദർശി ഭഗവാൻ എന്നുള്ളത് എഴുതിയിരിക്കുന്നത് ശ്രീ മാക്കൻലാൽ ചതുർവേദിജിയാണ്. समदर्शी भगवान नामक इस कविता में कवि श्री माखनलाल चतुर्वेदी भगवान की समदर्शिता पर तर्क प्रस्तुत करते हैं. സമദർശി ഭഗവാൻ എന്ന പേരുള്ള ഈ കവിതയിൽ കവി ശ്രീ മാഖൻലാൽ ചതുർവേദിജി ഭഗവാന്റെ തുല്യമായി കാണാനുള്ളതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്സര മാഖൻലാൽ ചതുർവേദി ഭഗവാൻ സെ പ്രശ്ന കർത്തേ ഹെ. മാഖൻലാൽ ചതുർവേദിജി ഭഗവാനോട് ചോദ്യം ചോദിക്കുകയാണ്. क्या तुम സമദർശി ഹോ അഖിൽ ജഗത് കാ മഹാൻ ന്യായാധീശ് ഹോ. ഈ ലോകത്തിലെ മുഴുവൻ വളരെ വലിയൊരു ജഡ്ജാണോ താങ്കൾ? അഗർ തും ദുനിയാ മേം വാസന കോ പാപ് കാ ഗയാ और इस पाप का फल कुंभी पाक नरक बोलकर गए हो तो स्वर्ग में अप्सराओं की क्या जरूरत है. താങ്കൾ ഈ ലോകത്തിലെ എല്ലാവിധ സുഖലോലുപതകളെയും പാപമായി കണക്കാക്കുകയാണെങ്കിൽ ഈ പാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് കുംഭിബാഗ് നരകത്തിലാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ അപ്സരകളുടെ ആവശ്യം എന്താണ്? ഇസ് പാപ് കാ ക്യാ ദണ്ഡ് ഹേ. ഈ പാപത്തിൻ്റെ ശിക്ഷ എന്താണ്? സുഖദുഃഖ് ദുനിയാമേം തും സുഖദുഃഖ സൗധ ക്യോം കർ രഹേ ഹോ. ഈ ലോകത്ത് സുഖം ദുഃഖം എന്നുള്ള രണ്ട് വസ്തുക്കൾ എന്തിനാണ് താങ്കൾ വെച്ചിരിക്കുന്നത്? ക്യാ മാനവ് തുംസെ ഹി സുഖ് ദുഃഖ് തഥാ സങ്കട് പാത്തെ ഹേ തും സബ്കോ സമാൻ രൂപ് സെ ദേഖ്നെ വാലെ ഹോ. താങ്കൾ എല്ലാവരെയും തുല്യമായ രീതിയിൽ കാണുന്ന ആളാണ്. സമദർശി ഹോ ലേക്കിൻ പ്രാർത്ഥന രൂപി റിശ്വത് പാക്കർ ശത്രുവും കാ നാശ് കർത്തേ ഹോ. പ്രാർത്ഥനയാകുന്ന ആ കൈക്കൂലി നേടിക്കൊണ്ട് താങ്കൾ ശത്രുക്കളെ ഇല്ലാതാക്കുന്നു. മേരെ ശത്രു കാ തും നാദ് ക്യോ നഹി ഹോ ക്യാ. മേരെ ശത്രു തേരാ ബി ശത്രു ഹോ തും സമദർശി കൈസേ ഹോ. എൻ്റെ ശത്രു താങ്കളുടെയും ശത്രുവാണ്, പിന്നെ എങ്ങനെയാണ് താങ്കൾ തുല്യമായി കാണുന്ന രീതിയിൽ കഴിയുക? മുരളീധർ കവി ഭഗവാൻ സെ പൂछते हैं क्या तुम ही वह सम्राट हो जो लज्जा छोड़कर पतितों तथा अभागों पर शासन करते हैं. ഭഗവാനോട് കവി ചോദിക്കുകയാണ്, താങ്കൾ ചക്രവർത്തിയാണ്, ലജ്ജ വിട്ടുകൊണ്ട് പതീതരായവരെയും ഭാഗ്യമില്ലാത്തവരെയും ഭരിക്കുന്നു. അഗർ തും മേരെ മാധവ് ഹോ തോ പതീതോं को उठाने के लिए अंगुली देगा. താങ്കൾ അഗർ തും മേരെ മാധവ് ഭഗവാനാണ് എന്നുണ്ടെങ്കിൽ പാപം ചെയ്യുന്നവരെ അവർക്ക് ഒരു വിരൽ കൊടുത്ത് സഹായിക്കുന്നു. ഘായോം കെ സാത്ത് കേൽക്കർ പശുക്കളുടെ കൂടെ കളിക്കുകയും ഗ്വാലാം കാ ചിട്കി കാക്കർ അപ്നി ക്രിയാവും സെ ജീവൻ ശാപക്കോ ദൂർ കർണേ വാലെ. ഗോപാലകന്മാരുടെ അവരുടെ ആ ചീത്തവിളിയും എല്ലാ ക്രിയകളെയും ജീവിതത്തിൽ ശാപത്തെ ദൂരീകരിക്കുകയും മാഖൻ കാക്കർ ദുനിയാക്കി രക്ഷാ കർണേ വാലെ വെണ്ണ തിന്നുകൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കുന്ന മേര മുരളീധർ ദുഃഖ ദൂർ കരേഖ. എൻ്റെ ആ മുരളീധർ തീർച്ചയായും ദുഃഖത്തെ ദൂരീകരിക്കും. പതീതോം കോ നിത് ഉര ഉടായിക. വളരെയധികം പാപം ചെയ്യുന്നവരെ തീർച്ചയായും ബുദ്ധിമുട്ടുന്നവരെ ഉയർത്താനായി പരിശ്രമിക്കുകയും ചെയ്യും. വിശേഷത ഭഗവാൻ की समदर्शिता पर प्रश्न करके उनकी महिमा का गायन कर अपनी क्षमता ശ്രീ മാഖൻലാൽ ചതുർവേദി ഇസ് കവിത കെ ജരിയെ പ്രകട് കർത്തേ ഹെ. ഭഗവാന്റെ ആ തുല്യമായി കാണാനുള്ള കഴിവിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹിമയെ പാടിക്കൊണ്ട് തൻ്റെ ക്ഷമതയിൽ ശ്രീ മാഖൻലാൽ ചതുർവേദി ഈ കവിത വഴി പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. ശ്രീ മാഖൻലാൽ ചതുർവേദിജിയുടെ തന്നെ അടുത്ത ഒരു പദ്യമാണ് ഖൈദി ഔർ കോകില. खैदी और कोकिला नामक इस कविता भारत की स्वतंत्रता के लिए जेल को अपना निवास स्थान बनाए सेनानियों की मनोभावनाओं को व्यक्त करते हैं. ഖൈദി ഔർ കോകില എന്നുള്ള ഈ കവിതയിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ വസിച്ചിരുന്ന സേനാനികളുടെ ആ മനോഭാവനയാണ് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനുള്ള സന്ദേശം കവി കോയൽ സെ പൂछते हैं. കവി കുയിലിനോട് ചോദിക്കുന്നു, തും മൗൻ ക്യോം ഹോ. നീ എന്താണ് മിണ്ടാതെ ഇരിക്കുന്നത്? ബോലോ തോ സഹി. ശരിയായ രീതിയിൽ പറയൂ. ക്യാ സന്ദേശിലായി ഹോ. എന്ത് സന്ദേശമാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്? ഇസ് ജയിൽ മേ ടാക്കു ചോരോം കെ ഡേരെ മേ പേട്ട് ഭർ ഖാന നഹി മിൽത്ത മർനെ ബി നഹി ദേത്ത. ഈ ജയിലിൽ കൊള്ളക്കാർക്കും കള്ളന്മാർക്കുമൊന്നും വയറ് നിറച്ച് ഭക്ഷണം ലഭിക്കുന്നില്ല, മരിക്കാനും അനുവദിക്കുന്നില്ല. തടപ് തടപ് കർ ജീന പഡ്താ ഹേ. വിഷമിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു. യഹാം അന്ധഹാർ ഹി അന്ധഹാർ ഹി. എല്ലാവരുടെയും ഇരുട്ടു മാത്രമാണ്. അബ് തും ക്യോം ജാഗ്രഹി ഹോ. നീ എന്താണ് ഉണർന്നിരിക്കുന്നത്? ഈ സമയത്തും ക്യോം കൂപ്പടി. നീ എന്താണ് കൂകുന്നത്?
യുദ്ധ പൂരേ ദേശ് കോ അന്ധകാർമായി പാ രഹി ഹോ ക്യാ, ഈ ദേശത്തെ മുഴുവൻ ഇരുട്ടിൽ ആക്കിയിരിക്കുകയാണോ? അർദ്ധരാത്രി മേ തുമാരെ കൂഗ്നെ കാ ക്യാ കാരൺ ഹെ, അർദ്ധരാത്രിയിൽ കൂകുന്നതിൻ്റെ കാരണം എന്താണ്? ക്രൂരത. യ ജഞ്ചീരോം കാ ഗഹന, ഈ ചങ്ങലകൾ കൊണ്ടുള്ള ആഭരണം. ഹത്കടിക്കോ തും ദേഖ് നഹി ഹോ സക്തി, കയ്യിലെ വിലങ്ങുകളൊന്നും നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? ബ്രിട്ടീഷ് കെ ശാസൻ മേ യഹി ഹേ ഏക് മാത്ര ഗഹന, ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കാലത്ത് ഇതാണ് ഒരേ ഒരു ആഭരണം. കോൽഹു കാ ചക്രൻ കി ക്രൂരത കാ പ്രതീക് ഹേ, ചക്കിലെ ആ ഒരു ആട്ടുന്ന രീതിയുള്ളത് ഈ ക്രൂരതയുടെ പ്രതീകമാണ്. യഹാം ദിൻ കെ കരുൺ കാ ഗീത് ഗാ നഹി സക്തെ ഇസ്ലിയെ തും രാത് കോ കൂഗ് രഹി ഹോ ക്യാ, പകലിൽ കരുണയുടെ ഗീതം പാടാൻ പറ്റാത്ത നീ ഇപ്പോഴെന്താണ് രാത്രിയിൽ കൂക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ ശാന്ത സമയമേ അന്ധകാർ കോ ചീർക്കർ ക്യോം രോ രഹി ഹോ, ഈ ശാന്തമായ സമയത്ത് ഇരുട്ടിനെ മറികടന്നുകൊണ്ട് നീ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കവി കുയിലിനോട് ചോദിക്കുന്നു. കാലി തുമ്പി കാലി ഹോ ശാസൻ ബി കാലാഹേ, നീയും കറുത്തതാണ്, ഇവിടെയുള്ള ഭരണവും കറുത്തതാണ്. കാൽ കോട്ടരി മാത് നഹി ദേശ് പർ കാലാഹേ, ദേശം മുഴുവൻ കറുത്തതാണ്. ഇസ് കാലെ സങ്കട് പർ മരൻ കെ ലിയെ ബോൽ രഹി ഹോ ക്യാ, ഈ കറുത്ത സങ്കടത്തിനിടയിൽ മരിക്കുവാനായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അപ്നി ചംകിലെ ഗീത് ക്യോം ഗാ രഹി ഹോ, എന്തിനാണ് നീ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നത്? തുമേം തോ ഢാലി മിൽക്കുൽ ചുക്കി ഹേ, നിനക്ക് കൊമ്പുകൾ തികച്ചും ലഭിച്ചു കഴിഞ്ഞു. മേരെ തോ കാൽ കോട്ടരി ഹേ തൂ നബുമേം സഞ്ചാർ കർത്തി ഹോ, എനിക്ക് കറുത്ത മുറിയാണുള്ളത്, നീ ആകാശത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മേരാ 10 ഫൂട്ട് കാ ഹി സംസാർ ഹേ, എനിക്ക് 10 അടി നീളമുള്ളതാണ് എൻ്റെ ലോകം. തേരി മേരി വിഷമത പർ രൺ ഭേരി ബജ് രഹി ഹേ, എൻ്റെയും നിൻ്റെയും വിഷമതയിൽ ഒരു യുദ്ധകാഹളമാണ് മുഴങ്ങുന്നത്. ഗാന്ധി കെ വ്രത് പർ അപ്നെ പ്രാണോം കാ രസ് കിസ്മേ ബർക്കർ ദേശ് കോ ദൂം, ഗാന്ധിയുടെ ഈ വ്രതത്തിൽ തൻ്റെ പ്രാണൻ്റെ ആ രസം ഏതിൽ നിറച്ചുകൊണ്ടാണ് ദേശത്തിന് കൊടുക്കേണ്ടത്? ദേശ് കെ ലിയെ ബലിദാൻ ഹോനെ വാലെ സേനാനിയോം കാ ഗുൺഗാൻ ശ്രീ മാക്കൻലാൽ ചതുർവേദി ഇസ് കവിത മേം ദിയാ ഗയാ ഹെ, ദേശത്തിന് ബലിദാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സേനാനിമാരുടെ ഗുണവിശേഷങ്ങളാണ് മാക്കൻലാൽ ചതുർവേദി ഈ കവിതയിലൂടെ പറയുന്നത്. മഹാൻ വീർ അപ്നി മാതൃഭൂമി കി രക്ഷാ കെ ലിയെ കുച്ച് ബി കർണേ തയ്യാർ രഹത്തെ ഹെ, മഹാനായ വീരന്മാർ മാതൃഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നു. ഉൻകാ ഗുൺഗാൻ സദാ വന്ദനീഹി, അവരുടെ ആ ഗുണം നിറഞ്ഞ പാട്ടുകൾ എന്നും വന്ദനീയമായി ഇരിക്കുകയും ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.